എന്നെ പിരിച്ചുവിട്ടത് പത്തനംതിട്ട SP ആനന്ദായിരുന്നു. അത് തിരുവനന്തപുരം DIGയുടെ അടുത്ത് എൻ്റെ അപ്പീൽ ഉണ്ട്. പലരും ചോദിച്ചു UDF ആയി നമുക്ക് അവിടെ പോയി കണ്ട് നമുക്ക് ശരിയാക്കാമെന്നൊക്കെ. പക്ഷെ അങ്ങനെ കണ്ട് നമ്മൾ ശരിയാക്കുന്നില്ല. കാരണം നമ്മുടെ നിലപാടുകൾ ഈ പറഞ്ഞ അനീതി കാണുമ്പോൾ നമുക്ക് വീണ്ടും സംസാരിക്കണം. ജനങ്ങൾക്ക് നീതി കിട്ടുക എന്നുള്ളതാണ് ഒരു പോലീസ് സ്റ്റേഷനിൽ വരുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. അപ്പൊ അതിനൊരു വീഴ്ച വരുമ്പോൾ നമ്മൾ ഇനിയും ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കും. നമസ്കാരം. UDF സർക്കാർ അധികാരത്തിൽ ഏറിയതിനു ശേഷം ഏറെ നാളായി ഉയർന്നു കേട്ടൊരു ചോദ്യമായിരുന്നു സസ്പെൻഷനിലായിരുന്ന IAS ഉദ്യോഗസ്ഥരായിട്ടുള്ള പ്രശാന്തിന്റെയും അതുപോലെ തന്നെ B അശോകിന്റെയും ഒക്കെ നില എന്തായിരിക്കും എന്നുള്ളത്. ആ കാര്യത്തിലൊരു തീരുമാനമായി കഴിഞ്ഞ ദിവസം ഇരുവരെയും സർവീസിൽ തിരിച്ചെടുത്തുകൊണ്ടുള്ള ഉത്തരവ് വന്നു. സമാനമായ കുറ്റം ചെയ്തു എന്ന ആരോപണം ഉയർന്നുകൊണ്ടാണ് ഉമേഷ് വള്ളിക്കുന്നിനെയും സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടിട്ടുള്ളത്. അപ്പോൾ B അശോകിനെയും പ്രശാന്തിനെയും എല്ലാം തിരിച്ചെടുത്ത സാഹചര്യത്തിൽ ഇനി എന്തായിരിക്കും ഉമേഷ് വള്ളിക്കുന്നിന്റെ ഭാവി എന്നുള്ളൊരു ചോദ്യം അവിടെ വരുന്നുണ്ട്. ഇപ്പോൾ നമ്മളോടൊപ്പം ഉമേഷ് വള്ളിക്കുന്നുണ്ട്. ചേട്ടാ, ഇപ്പോൾ ചേട്ടന്റെ അതേ കുറ്റം ചെയ്തു എന്ന ആരോപണം ഉയർന്ന് സർവീസിൽ നിന്ന് പുറത്തു പോയിരുന്ന രണ്ടുപേര് വീണ്ടും സർവീസിലേക്ക് കയറിയിരിക്കുകയാണ്. അത് പ്രതീക്ഷ നൽകുന്നുണ്ട്? തീർച്ചയായിട്ടും അത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം സർക്കാരിലെ വീഴ്ചകളെയും കെടുകാര്യസ്ഥതയും അഴിമതിയൊക്കെ ചൂണ്ടിക്കാണിച്ച രണ്ട് ഉദ്യോഗസ്ഥരാണ് പുറത്തു നിൽക്കേണ്ടി വന്നത്. അതിലെ പ്രശാന്ത് സാർ എന്ന് പറയുന്നത് ദീർഘകാലമായിട്ട് സസ്പെൻഷനായിട്ട് പുറത്തു നിൽക്കുകയായിരുന്നു. പക്ഷെ ആ സമയം അദ്ദേഹം ക്രിയേറ്റീവായിട്ട് ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ട് കാര്യങ്ങൾ യൂട്യൂബിലൂടെ ആയാലും ഫേസ്ബുക്കിലൂടെയും അറിയിക്കുകയും അന്വേഷണങ്ങൾ നടത്തുകയൊക്കെ ചെയ്ത് വളരെ പോസിറ്റീവായിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ രണ്ടുപേരും സർവീസിലേക്ക് തിരിച്ചെത്തിയത് വളരെ സന്തോഷമുള്ള കാര്യം തന്നെയാണ്. പിന്നെ എന്റെ കാര്യം എന്ന് പറയുന്നത്, ഇപ്പൊ ഞാൻ പോലീസിനെ ഇപ്പൊ വളരെ പ്രതീക്ഷയോടെ നമ്മൾ ജനങ്ങൾ എല്ലാവരും കാണുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇപ്പൊ ഓപ്പറേഷൻ തൂഫാൻ എന്ന് പറഞ്ഞിട്ട് നമ്മളിപ്പോ നാർക്കോട്ടിക് ഹണ്ട് നടക്കുന്നുണ്ട്. അപ്പൊ മുമ്പൊക്കെ ഞാൻ സർവീസിലുണ്ടായിരുന്ന കാലത്തൊക്കെ നമ്മൾ ഒരു ഇതുപോലെ NDPS റെയ്ഡ് എന്നൊക്കെ പറഞ്ഞു വരും, അല്ലെങ്കിൽ NDPS സ്പെഷ്യൽ ഡ്രൈവ് എന്ന് പറയും. അന്ന് പിടിക്കുന്ന കേസുകളിൽ ഭൂരിപക്ഷം കേസുകളും ഇപ്പൊ 10 കേസ് ഉണ്ടെങ്കിൽ അതിലൊരു 6, 7, 8 കേസുകളൊക്കെ കഞ്ചാവ് ബീഡി വലിച്ചു എന്നുള്ളതായിരിക്കും. അപ്പൊ ഈ കഞ്ചാവ് ബീഡിയുടെ മാസ്റ്ററൊക്കെ നമ്മൾ എടുത്ത് നോക്കിയാൽ കാണാം, ഒരേ നൂല് കൊണ്ടായിരിക്കും ഈ എല്ലാവരും വലിക്കുന്ന. കാരണം അങ്ങനെയാണ് അതിന്റെ തൊണ്ടി മുതലൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള കേസുകളായിരുന്നു കൂടുതൽ. ഇപ്പൊ വലിയ വലിയ കേസുകൾ വരുന്നു, വലിയ വലിയ ക്യാച്ചിലേക്ക് വരുന്നു. മുമ്പൊക്കെ ഒരു കച്ചവടക്കാരനെ പിടിച്ചാൽ നമുക്കറിയാം, ഇപ്പൊ ആ കച്ചവടക്കാരിൽ നിന്ന് ഉപഭോക്താക്കളിലേക്ക്, അതിൽ സെലിബ്രിറ്റി ഉപഭോക്താക്കൾ ഉണ്ടെങ്കിൽ അവരിലേക്ക് പോയിട്ടായിരുന്നു പിടിച്ചിരുന്നത്. അങ്ങനെയാണ് സിനിമാ സംവിധായകരെയൊക്കെ പിടിച്ച് ഒരു ഓളം ഉണ്ടാക്കിയെന്നല്ലാതെ സത്യത്തിൽ ആ കച്ചവടക്കാരന്റെ പുറകോട്ടാണ് അന്വേഷണം പോകേണ്ടത്. ആ തരത്തിൽ ഈ ഓപ്പറേഷൻ തൂഫാൻ പോകുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരുപാട് പ്രതീക്ഷകൾ നൽകുന്ന ഒരു കാലം കൂടിയാണിത് പോലീസിനെ സംബന്ധിച്ചിടത്തോളം. എന്റെ കാര്യം ഇപ്പോ എന്നെ പിരിച്ചുവിട്ടത് പത്തനംതിട്ട SP ആനന്ദായിരുന്നു. അത് തിരുവനന്തപുരം DIGയുടെ അടുത്ത് എന്റെ അപ്പീൽ ഉണ്ട്. അത് 2 മാസത്തോളമായി അദ്ദേഹത്തിന്റെ അടുത്ത് പെൻഡിങ് ആണ്. അപ്പോൾ ഇനിയിപ്പോൾ ട്രാൻസ്ഫർ ഒക്കെ വന്ന് പുതിയ ഉദ്യോഗസ്ഥർ വരുമ്പോൾ അത് പരിശോധിക്കുന്നു, ഉചിതമായ തീരുമാനം ഉണ്ടാവും തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. മുൻപ് പിരിച്ചുവിട്ടതുമായി ബന്ധപ്പെട്ട നിയമ നടപടികളിലേക്ക് നീങ്ങും, അതായത് കോടതിയെ സമീപിക്കുമെന്ന് പറഞ്ഞിരുന്നു. അത് എങ്ങനെയാണ്? ഇത് കഴിഞ്ഞിട്ടാണ്? അതെ, അപ്പീലാണ് ആദ്യഘട്ടം. SP പിരിച്ചുവിട്ട DIGക്ക് കൊടുക്കുന്ന അപ്പീലാണ് നമ്മുടെ ആദ്യഘട്ടം. അത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിൽ ചെയ്യാനുള്ളത് ഈ അപ്പീൽ ഡിലേ ആക്കുന്നതിനെതിരെ നമ്മൾക്കൊരു അപേക്ഷ കൊടുക്കാം. അപ്പം അതൊരു വലിയ ഡിലേ ആയിട്ട് എനിക്ക് തോന്നുന്നില്ല, നമ്മളിങ്ങനെ പുറത്ത് എൻജോയ് ചെയ്യുന്നുണ്ട്. അപ്പോ ഇനി ആ അപേക്ഷ തള്ളിയതിനു ശേഷമാണ് ബാക്കി നടപടി. സർവീസിലേക്ക് തിരിച്ചു വരാനാകുന്ന പ്രതീക്ഷയുണ്ട്? തീർച്ചയായിട്ടും, ഉറപ്പായിട്ടും സർവീസിൽ തിരിച്ചു വരും. ഈ പ്രശാന്തിനെ കുറിച്ച് പറഞ്ഞ പോലെ അദ്ദേഹം പുറത്തിരുന്ന സമയത്ത് കുറെ കൂടി സർഗാത്മകമായ കാര്യങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞ പോലെ ചേട്ടനും ക്രിയേറ്റീവായിട്ട് ഒരു പുസ്തകം ഇറക്കി, നിലവിൽ പബ്ലിക്കേഷൻസിന്റെ. അപ്പൊ എങ്ങനെ പുസ്തകത്തിനെ കുറിച്ചുള്ള ആളുകളുടെ പ്രതികരണം? പുസ്തകം നല്ല രീതിയിൽ പോകുന്നു. ഇപ്പൊ 4ാം പതിപ്പ് പ്രിന്റ് ചെയ്ത് വന്നിട്ടുണ്ട്. 3ാം പതിപ്പ് ഇനി ഒരു 100 കോപ്പി ബാക്കിയുള്ളൂ തോന്നുന്നു. അപ്പോ പുസ്തകം നല്ല രീതിയിൽ ആൾക്കാർ സ്വീകരിച്ചു. പിന്നെ ഇപ്പോഴും എൻക്വയറി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നല്ല വായനയും നല്ല പ്രതികരണം ഉണ്ടായിട്ടുണ്ട്. പുസ്തകത്തിനുള്ള ആളുകളുടെ പിന്തുണ എന്ന് പറയുമ്പോൾ അർത്ഥത്തിൽ പറഞ്ഞാൽ ഉമേഷ് വള്ളിക്കുന്ന് കൊടുത്ത മറുപടികൾക്കുള്ള പിന്തുണ കൂടിയാണ് അല്ലേ? തീർച്ചയായിട്ടും നമ്മളെ മറുപടികൾക്കുള്ള ഒരു പിന്തുണ തന്നെയാണ്. പിന്നെ മാത്രമല്ല നമ്മുടെ ഒരു നിലപാടുകൾക്കുള്ള ഒരു പിന്തുണ കൂടിയാണ് ആൾക്കാർ. അല്ലാതെ ഒരു പോലീസുകാരന്റെ പുസ്തകം എന്നുള്ള രീതിയിൽ ഇത്ര വ്യാപകമായിട്ട് വായിക്കപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മുടെ DGPമാരും റിട്ടയർ ആയ ആൾക്കാരൊക്കെ പുസ്തകം എഴുതിയിട്ടുണ്ട്. പക്ഷെ ഇതുപോലത്തെ ഒരു പ്രീ പബ്ലിക്കേഷൻ ഓളം ഉണ്ടാക്കാനോ അല്ലെങ്കിൽ ജനങ്ങൾ സ്വീകരിക്കാനോ അത് അങ്ങനെ ഉണ്ടായിട്ടില്ല. അപ്പൊ എനിക്ക് തോന്നുന്നു ഈ ഒരു നമ്മുടെ നിലപാടുകളോടുള്ള ഒരു ഐക്യദാർഢ്യം തന്നെ ആയിരിക്കണം ഇത്. സർവീസ് തിരിച്ചു കയറി കഴിഞ്ഞാൽ ഈ മറുപടികൾ തുടർന്നുകൊണ്ടിരിക്കും. തീർച്ചയായിട്ടും ഇപ്പൊ പലരും ചോദിച്ചു UDF ആയി നമുക്ക് അവിടെ പോയി കണ്ട് നമുക്ക് ശരിയാക്കാമെന്നൊക്കെ. പക്ഷെ അങ്ങനെ കണ്ട് നമ്മൾ ശരിയാക്കുന്നില്ല. കാരണം നമ്മുടെ നിലപാടുകൾ ഈ പറഞ്ഞ അനീതി കാണുമ്പോൾ നമുക്ക് വീണ്ടും സംസാരിക്കണം. ജനങ്ങൾക്ക് നീതി കിട്ടുക എന്നുള്ളതാണ് ഒരു പോലീസ് സ്റ്റേഷനിൽ വരുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. അപ്പൊ അതിനൊരു വീഴ്ച വരുമ്പോൾ നമ്മൾ ഇനിയും ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കും.